ബാക്കി പെൺകുട്ടികളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്നെ മാത്രം കൊള്ളില്ല, ഞാൻ ഭയങ്കര അഗ്ലിയാണ്. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. എന്താണ് ബോഡി ഷേമിങ്? കുറച്ച് അടുത്ത കാലത്തായിട്ട് അറിയാവുന്നൊരു കുട്ടി, അതിന് അതിൻ്റെ നിറം പോരാ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അത് ആ കുട്ടിയുടെ മനസ്സിൽ എനിക്ക് നിറമില്ല എന്നുള്ളൊരു തോട്ട് ഉണ്ടാക്കി കൊടുത്തത് അത് അതിൻ്റെ ചുറ്റുമുള്ള ആളുകൾ കാരണം അതിനുണ്ടായതാണ്. ആളുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അത് ആ കുട്ടീനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോൺഫിഡൻസ് ലെവലിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അല്ല, അങ്ങനെയല്ല, നിറത്തിൻ്റെ അതൊരു പ്രശ്നമല്ല എന്നൊക്കെ അതിനോട് പറഞ്ഞാലും അതത് വിശ്വസിക്കത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, ഞാൻ എൻ്റെ ടീനേജിലും ചെറിയ പ്രായത്തിലുമൊക്കെ കല്യാണ ഫങ്ഷൻസിനൊന്നും പോവില്ല. എനിക്ക് പല്ല് കാണിച്ച് ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ പല്ല് പൊങ്ങിയിട്ടാണ്, എന്നെ കാണാൻ കൊള്ളില്ല, എനിക്ക് അതുകൊണ്ട് ഈ ഫോട്ടോ എടുക്കാൻ നിൽക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. എന്താണ് ഒത്തിരി കാലം എന്നെ അത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കോൺഫിഡൻസിനെ ഒരാളുടെ മുമ്പിൽ പോയി നിൽക്കാനും സംസാരിക്കാനും. ഞാൻ വന്ന് ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു, എൻ്റെ കവിളക്കിന് ഒട്ടി, അപ്പം പല്ലുന്തിയ നന്നായിട്ട് മനസ്സിലാകാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഇത് തന്നെ അന്ന് എന്നോട് ഞങ്ങളുടെ അമ്മയും അച്ഛനൊക്കെ പറയുന്നത് അതൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ആര് പറഞ്ഞു എൻ്റെ പല്ലുന്തിട്ടാണെന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും എന്നെ ബൂസ്റ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ ഏജിലുള്ള ഞാൻ നോക്കുന്ന ബാക്കി പെൺകുട്ടികളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, എന്നെ മാത്രം കൊള്ളില്ല, ഞാൻ ഭയങ്കര അഗ്ലിയാണ്. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് ആരോ ഒരാൾ എന്നോട് പറഞ്ഞു എൻ്റെ പല്ലുന്തിയല്ലോ എന്ന് പറഞ്ഞത് കൊണ്ട് ഉണ്ടായ ഒരു സംഗതി, അത് പിന്നെ എൻ്റെ ചിന്തയെ മൊത്തം അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കില്ല ആ കുട്ടിക്കും. ഇതേപോലെ ഇത് കേട്ടോണ്ടിരിക്കുന്ന പലർക്കും ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും അവരുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ. നമ്മളിന്ന് മേക്കുന്ന സൈഡിലേക്കാണ് പോകുന്നത്. കാരണം തെങ്ങുമൊത്ത റോഡ് പണി നടക്കുമായതുകൊണ്ട് റോഡിൻ്റെ ഹൈറ്റ് ചെയ്ത് കുറച്ചും കൂടി ചെളിയാണ്. അപ്പം മഴ പെയ്ത് രാത്രി ഞാൻ വന്നപ്പോൾ ഫുള്ള് ചെളിയായിരുന്നു. അപ്പം രാവിലെ പോയി വെറുതെ അതിനകത്ത് കയറി ചാടണ്ടെന്ന് വിചാരിച്ചു. അതുപോലെ ഇന്ന് നല്ല ക്ലൈമറ്റ്, നല്ല ഓറഞ്ച് ഷെയ്ഡ് രാവിലെ അടിച്ചു കിടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ കുറേ ദിവസമായില്ലേ നടക്കാൻ പോയിട്ട്, ഏകദേശം ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പ് വന്നില്ലേ? അപ്പൊ നമ്മൾ വീണ്ടും ഡേ 1 എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യണോ അതോ ഡേ 9 സ്റ്റാർട്ട് ചെയ്യണോ? ഈ ഇലക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ അതേ പ്രായത്തിലുള്ള ഒരുപാട് ആൾക്കാർ, അതെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള പല ആൾക്കാരും മെമ്പർമാരായിട്ട് മത്സരിക്കുന്നു പല പാർട്ടിയിൽ. ഈ ഏരിയയിൽ ഈ റൂട്ടിൽ ബസ്സുകൾ വളരെ വളരെ കുറവാണ്. പഴവളത്തൊക്കെ നമ്മളൊന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ തീർന്ന്. നല്ല ചേറിൻ്റെ മണോടെ. അതുകൊണ്ട് നമുക്കിന്ന് ഡേ 9 കംപ്ലീറ്റ് ആയെന്ന് പറയാം അല്ലേ? എല്ലാവരും ക്ഷമിക്കുക, ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് വരത്തില്ല, എങ്കിലും 30 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതെ.